എല്ലാം സംസാരിച്ച് വന്നിരുന്നു. 10,000-കണക്കിന് സഹാബ ഇതിൻ്റെ അകത്ത് ഈ ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സയ്യിദുന മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അവരെ അഭിപ്രായത്തിൽ അലി റളിയല്ലാഹു അൻഹു, പൊന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭാര്യമാർ ഖദീജ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയെ ഒഴിച്ച് മറ്റുള്ള എല്ലാ ഭാര്യമാരും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മക്കളും അവിടുത്തെ കുടുംബക്കാരും ഒരുപാട് ആളുകൾ, മഹാന്മാർ, അഹ്ലുൽ ബൈത്തും മറ്റുമൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ശുഹദാ ഹറ തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാർ ഈ ജന്നത്തുൽ ബഖീയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഇൻഷാ അല്ലാഹ് അവിടത്തെ അവരിലേക്ക് ഇൻഷാ അല്ലാഹ് യാസീൻ ഓതിക്കൊണ്ട് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു തആല നമുക്കൊരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്ഥലം സന്ദർശിക്കാനും ഇവിടെ നമുക്ക് വരാനും അല്ലാഹു തൗഫീഖ് ചെയ്തതിൽ അല്ലാഹുവെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ഇവിടേക്ക് നമുക്ക് അല്ലാഹു തആല ചെയ്ത അനുഗ്രഹമാണ് ഈ ജന്നത്തുൽ ബഖീയിൽ ഇവിടെ എത്താനും പൊന്നാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും സാധിച്ചത്. നമ്മുടെ ഇവയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മോട് ദുആകൾ ചെയ്തവരുണ്ട്. ഈ നാട്ടിൽ വരാനും പൊന്നാരി നബി തങ്ങൾക്ക് സ്വലാത്തു വസ്സലാം പറയാനും അതുപോലെ തന്നെ ഉംറ നിർവഹിക്കാനും ദുആ ചെയ്യണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നാം കഴിവിൻ്റെ പരമാവധി അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ചെറിയൊരു ദുആ നടത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നാം അവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോൾ നമുക്ക് യാസീൻ എവിടെ എത്തി അവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم ير الإنسان أنا خلقنا من نطفة بيضاء وخصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي الله ويرميه قل يحيي الذي أنشأها أول مرة وبكل خلق عليم الذي جعل لكم من الشجر الأخضر نارا بيضاء أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى والخلاق العليم إنما إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العلي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നാം യുഎഇയിൽ നിന്ന് ഈ ട്രിപ്പ് വന്നത് മാസി ഗ്രൂപ്പ് എന്ന മഹത്തായ ട്രാവൽസിലൂടെയാണ്. അല്ലാഹു തആല ആ ട്രാവൽസിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടെ ഇത്തരം സംരംഭങ്ങളിൽ ബറക്കത്തേറ്റി കൊടുക്കട്ടെ. അവരുടെ ഭാര്യമാരിലും മക്കളിലും അവിടെ ഇത്തരം എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്തേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ ടീമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അബു അബ്ദു എന്ന് പറയുന്ന ആജിക്കയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. 2 പേരക്കുട്ടിയുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരും മറ്റു യുവതികളുമുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഞങ്ങളെ മാതാപിതാക്കൾ മരിച്ചു പോയില്ല അവരുടെ കാര്യത്തിൽ പറയുകയാണ്. അവർ 2 പേരുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് ഇന്ന് ആരുടെ മണ്ണിലാണ്. എൻ്റെ ഉപ്പ ഇന്ന് ആരുടെ മണ്ണിലാണ്. എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ മലവും മൂത്രവും കൈകൊണ്ട് കോരിയെടുത്ത ഞാൻ ചെറുപ്പത്തിൽ പ്രായത്തിലായപ്പോൾ ഒന്നും അറിയാതെ ആയപ്പോൾ എൻ്റെ ഉമ്മ എന്നെ പോറ്റി വളർത്തിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഇന്ന് ആരുടെ മണ്ണിലാണ്. എനിക്ക് ഇത്ര വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ മാതാപിതാക്കൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ നാം കഴിവിൻ്റെ പരമാവധി നാം അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് പ്രായം വരുമ്പോൾ അവരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ ഉമ്മമാർ നമ്മേക്കാൾ കൂടുതൽ, നമ്മുടെ ഭാര്യയെക്കാളും നമ്മുടെ ഭർത്താവിനേക്കാളും കൂടുതൽ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെ ഉമ്മയും നാം നമ്മുടെ കുടുംബക്കാരൊക്കെയും നാം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല ഇത്തരം പ്രവർത്തനങ്ങൾ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇഖ്ലാസ് സൂറത്ത് ഓതിയല്ലേ? ഇഖ്ലാസ് സൂറത്ത് പ്രവർത്തനം ഓതിയല്ലേ? അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്.
അർഹമുർ റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, മഅൂദത്തൈൻ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, എല്ലാ യാസീന്, അതുപോലെ തന്നെ ഞങ്ങൾ ചൊല്ലിയ ഞങ്ങൾ ചൊല്ലിയതും ഓതിയതും എല്ലാത്തിന്റെയും പ്രതിഫലം നിന്റെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കുള്ള സന്നിധിയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ അമ്പിയാക്കന്മാർ, ശുഹദാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ, സയ്യിദുനാ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശൈഖുനാ ഖൗസുൽ ആലം ഖദ്ദസല്ലാഹു തആല സിർറുൽ, മറ്റുള്ള ഔലിയാക്കന്മാർക്ക് റഹ്മത്ത് അർവാലിക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, മേൽ പറയപ്പെട്ടവരെ അതുപോലെ തന്നെ ഈ ജന്നത്തുൽ ബഖീൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഒരുപാട് 10,000-കണക്കിന് സ്വഹാബാക്കൾ, അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മക്കൾ, അഹ്ലുൽ ബൈത്ത് തുടങ്ങിയ ഒരുപാട് മഹാന്മാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവർക്കുള്ള ഹളാത്ത് അർവാലിക്ക് ഞങ്ങൾ ഉദ്യോഗം ചെയ്തതിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, മേൽ പറയപ്പെട്ടവരെ അഖജാഹ് ബറക്കത്ത് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവിടുത്തെ അഖജാഹ് ബറക്കത്ത് കൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഖജാഹ് ബറക്കത്ത് കൊണ്ട്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഖജാഹ് ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ, ഞങ്ങളോട് ദുആകൾ ചെയ്തവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും മറിഞ്ഞുറിയാതി ദോഷങ്ങൾ നിവൃത്തി മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരാളെയും പെട്ടെന്ന് വിരിപ്പിക്കല്ലേ റബ്ബേ. നമ്മുടെ ഈ സന്നിധനായ അബ്ദു എന്നവർക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതും ചെല്ലിയതും അവർ രണ്ടുപേരുടെ മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾ, മാതാപിതാക്കൾക്കുള്ള ഖബറിലേക്ക്, റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ള ഉമ്മ ചെറുപ്പത്തിലായപ്പോൾ, എന്റെ ഉമ്മ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്റെ ഉമ്മ എന്റെ മലം കൈകൊണ്ട് വാരിയെടുത്തിട്ടുണ്ട്. മലവും മൂത്രം കൈകൊണ്ട് വാരിയെടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല എന്റെ ഉമ്മ എനിക്ക് എത്ര സമയം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓർക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല. നിങ്ങൾ നിന്നുള്ള ഒരാൾക്കും അറിയുകയില്ല ചെറുപ്രായത്തിൽ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ